ഞാൻ എനിക്കിപ്പോ ഒരു കണ്ടന്റ് ചെയ്യണമെന്ന് തോന്നി. എന്റെ തലച്ചോറിൽ തോന്നിയ ഒരു ആശയമാണ്. മനസ്സ് എന്ന് പറയുന്നത് തലച്ചോറാണ്. അതായത് നമ്മൾ മദ്യപിക്കുമ്പോഴും പല ലഹരി നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ കെമിക്കൽസ് ആയ മരുന്നുകളായാലും പാനീയങ്ങളായാലും നമ്മുടെ ശരീരത്തിന് ഉള്ള അവയവങ്ങൾക്ക്, ഹൃദയത്തിനും, ലോലമായ ഹൃദയത്തിനും, കരളിനും, ആമാശയത്തിനും ഒന്നും അത് താങ്ക മുടിയാത്. അത് നമ്മൾ ആലോചിക്കാതെയാണ് ഈ പെറോട്ടയും ഇറച്ചിയും, ഹെവി ആയിട്ടുള്ള ദഹിക്കാൻ പ്രയാസപ്പെട്ടുള്ള ഇറച്ചിയും എല്ലാം നമ്മൾ കഴിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുന്നത് നമ്മുടെ ദഹിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന നമ്മുടെ ശരീരത്തിനകത്തുള്ള എല്ലാ അവയവങ്ങളെയും കാര്യം നമ്മൾ മറന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതെല്ലാം രുചിയുണ്ട് എന്നും പറഞ്ഞിട്ട് ചവയ്ക്കുന്നത്. ഏറ്റവും വലിയ ദ്രോഹമാണ് നമ്മുടെ ശരീരത്തിലെ ലോലമായ ഹൃദയത്തെയും കരളിനെയും പിച്ചെറിയുന്നത്. ഏറ്റവും വലിയ അവർക്ക് ആ ഹൃദയത്തിനും ലോലമായ കരളിനും ഒരിക്കലും മദ്യത്തെയും ലഹരിയെയും മറ്റുള്ള മരുന്നുകളെയും താങ്ക മുടിയാതെ. നിങ്ങൾക്ക് തന്നെ ശവക്കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മരണത്തിലോട്ടാണ് എത്തിക്കുന്നത്. ഇത് ജീവൻ എടുക്കുകയാണ് ചെയ്യുന്നത്. കുഴിയിലോട്ടാണ് ഇത് പോകുന്നത്. തലയുള്ള ആള്, തലയ്ക്ക് വിവരമുള്ള ആള്, തലച്ചോറുള്ള ആള് ഒരിക്കലും എന്ത് ചെയ്യില്ല, കറക്റ്റ് ഡിസിഷൻ എടുക്കാനും തീരുമാനം എടുക്കാനും കഴിയണം. ഈ മദ്യം ഒരാളെ തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരാളായി മാറ്റുകയും കുഴിയിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇതെപ്പോഴും ഈ കണ്ടന്റ് നിങ്ങൾക്ക് എപ്പോഴും ഒരു ഉത്തേജനമായിരിക്കും. നിങ്ങൾക്ക് ജീവിക്കാനുള്ള ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നമ്മൾ അറിയണം. ലഹരിയെ പൂർണ്ണമായും ജീവിതത്തിൽ നിന്ന് തൂത്തെറിയണം. എങ്കിലേ നമുക്ക് പുരോഗതി ഉണ്ടാവും, നമുക്ക് ബുദ്ധി ഉണ്ടാവും, നമ്മുടെ തലച്ചോറിൽ പുതിയ കണ്ടന്റ് ഉണ്ടാവും, പുതിയ ആശയങ്ങൾ ജനിക്കുള്ളൂ. അല്ലെങ്കിൽ നാഡീവ്യവസ്ഥ എന്നും പ്രവർത്തിക്കാതെ നമ്മളെല്ലാം തളർന്ന് ഒരിടത്തിരിക്കേണ്ടി വരും എന്നുകൂടി ഞാൻ ഓർപ്പിക്കുന്നു. ശ്വാസകോശം, പുകവലിക്കുമ്പോൾ അത്രയും വിഷാംശമാണ് നിക്കോട്ടിൻ എന്ന് പറയുന്ന മാരക വിഷമെന്ന് എല്ലാവർക്കും അറിയാം. വിഷമാണെന്ന് അറിഞ്ഞിട്ടും അത് മൂക്കിലൂടെയും പുക വലിച്ചു കയറ്റി അത് ശ്വാസകോശത്തെ ആകെ തകരാറിലാക്കി, ബ്ലോക്കാക്കി, ശ്വാസം വലിക്കാനുള്ള ശ്വാസം മുട്ടുണ്ടാക്കി വർഷങ്ങൾ കൊണ്ട് രോഗിയെ മരണത്തിലെത്തിക്കുന്ന ഒരവസ്ഥയാണ് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും. ശ്വാസകോശം ചുരുങ്ങി പിന്നെ ശ്വാസം വലിക്കാനുള്ള കഴിവില്ലാതാക്കി രോഗിയെ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും വിവരമുള്ള ആരും, വിദ്യാഭ്യാസമുള്ള ആരും ഇത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇത് കാശ് കൊടുത്ത് വിഷം വാങ്ങിച്ച് ഇങ്ങനെ പുക വിട്ടുകൊണ്ടോ ഇതെല്ലാം വലിച്ചു കയറ്റിക്കൊണ്ടോ ദ്രോഹം ഉണ്ടാക്കുന്നത് നമ്മുടെ ആർക്കും ഒരു ഉപദ്രവമില്ലാത്ത കരളിനും, ഹൃദയത്തിനും, ആമാശയത്തിനും മറ്റുള്ള വ്യവസ്ഥകൾക്കുമാണ് തകരാറുണ്ടാക്കുന്നത്. അവർക്കത് സഹിക്കാൻ പറ്റില്ല. ഈ മനുഷ്യൻ കാണിച്ചു കൂട്ടുന്ന, അത് ആണായാലും പെണ്ണായാലും കാണിച്ചു കൂട്ടുന്ന ഈ ഒരു ലഹരിയുടെ ഈ ഒരു ഉത്തേജനമാണെന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഒരിക്കലും അത് താങ്കാൻ മുടിയാതെ കരളിനും ഹൃദയത്തിനും, ലോലമായ ഹൃദയത്തിന് അതൊരിക്കലും സഹിക്കാൻ പറ്റും. അത് നമ്മൾ ആലോചിച്ചിട്ട് വേണം നമ്മൾ ഓരോ ആഹാരങ്ങളും പാനീയങ്ങളും നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ.